Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Comparison with the paper-based record വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റീഡ് ചെയ്തായിരുന്നോ? Yes, ma'am. ഓക്കെ. അതിനോട് കണക്റ്റഡ് ആയിട്ട് വേറൊരു പോയിന്റ് കൂടി വരുന്നുണ്ട്. യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ് കേട്ടോ. അത് തുടങ്ങിയെടുക്കാൻ പോകുന്നേ. ഒന്ന് ശ്രദ്ധിക്കാം. ഷെയറിംഗ് ദെയർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് വിത്ത് പീപ്പിൾ who have type 2 diabetes help them to reduce their blood sugar levels. It is a means of helping people understand their own health condition and making them involved actively in its management. They could also be useful in research, which enables various scientific analysis and novel tools. അതായത് ഇവിടെ പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള വ്യക്തികളുമായിട്ട്, അതായത് പേഷ്യൻസുമായിട്ട് നമ്മൾ EMR അല്ലെങ്കിൽ EHR ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ രോഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടെത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഇവിടെ ബ്ലഡ് ഷുഗർ ലെവൽസ് നോർമൽ ആണോ അബ്നോർമൽ ആണോ എന്നൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് ഈ ഒരു റെക്കോർഡ് പങ്കിടുന്നതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ളൊരു റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. പേപ്പർ ബേസ്ഡ് റെക്കോർഡിനേക്കാളും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് രോഗിയുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിലൂടെയാണ് രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻസ് അറിയാനായിട്ട് പറ്റുന്നത്. മാത്രമല്ല രോഗികൾക്ക് അവരുടെ ആരോഗ്യസ്ഥിതി, അവരുടെ മെഡിക്കൽ കണ്ടീഷൻ, അവർ ഒരു എന്താ പറയാ മണിക്കൂറുകൾ പോകുന്ന മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്ന് അറിയാൻ സാധിക്കുന്നു. അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇത് റിസർച്ചിനും മറ്റുമായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. EHR എന്ത് ചെയ്യുന്നുണ്ട്? അതായത് EHR ഉണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പല ഗവേഷണങ്ങൾക്ക് അല്ലെങ്കിൽ പല റിസർച്ചിനുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? Then അടുത്തത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS. The laboratory information management system, LIMS, sometimes indicated to us laboratory information system, LIS, or laboratory management system, LMS, is a software-based solution with features that give support to a modern laboratory's operations. Key features include, but are not limited to, workflow and data tracking support, flexible architecture and data exchanging interfaces, which fully support its use in regulated environments. The features and uses of a LIMS have developed over the years from simple sample tracking to a enterprise resource planning tool that manages manifold aspects of laboratory informatics. അതായത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, LIMS എന്ന് ഇത് ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പേരുള്ളത് LIS എന്നാണ്, LIS എന്നതാണ്. ദെൻ ഇത് വേറൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, LMS. ഇത് മൂന്നും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്രോഗ്രാമാണ് LIMS എന്ന് പറയുന്നത്. ഓക്കെ, മൂന്ന് പേരുകളും ഒന്ന് തന്നെയാണെന്ന് ആദ്യമേ മൈൻഡിൽ ഒന്ന് എന്താ പറയാ ചെയ്തു വെക്കുക കേട്ടോ. പിന്നെ കൺഫ്യൂഷൻ ഒന്നും വേണ്ടതിന് മൂന്ന് പേരുകളും ഒന്നിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? ലബോറട്ടറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്രോഗ്രാമാണ് LIMS എന്ന് പറയുന്നത്. ഇതിലൂടെ പല കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോ ആധുനികമായിട്ടുള്ള ലബോറട്ടറികളിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ലബോറട്ടറിയുടെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലബോറട്ടറി വർക്ക് ഫ്ലോ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, അതായത് പേഷ്യന്റ് വരുമ്പോൾ അവരുടെ സാമ്പിളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എവിടം വരെ എത്തി, എത്രയാണ് രോഗനിർണയം എവിടം വരെയാണ് എത്തിയത്, എത്ര സമയത്തിനുള്ളിൽ ടെസ്റ്റ് റിസൾട്ട് ആകും, അതിനെയൊക്കെയാണ് ഡാറ്റ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ, ഈ റിപ്പോർട്ടിലൊക്കെ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ലിംസ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലബോറട്ടറി റിസൾട്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, പേഷ്യന്റിന് പാസ് ചെയ്യാനായിട്ട് ഇമെയിലിലൂടെയോ ഫോൺ വഴിയോ അങ്ങനെയൊക്കെ പാസ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റമാണ് എന്ത് ചെയ്യുക, റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്തരത്തില് ആ ലബോറട്ടറിയിലെ മൊത്തം പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. മാത്രമല്ല സ്ഥാപനത്തിന്റെ റിസോഴ്സ് പ്ലാനിങ്, സ്ഥാപനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയും സാമ്പിൾ ട്രാക്കിംഗ്, സിമ്പിൾ സാമ്പിൾ ട്രാക്കിംഗ് മുതലായ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് ഈ സോഫ്റ്റ്വെയർ വഴിയാണ്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ലിംസ് അഥവാ ലിസ് അഥവാ LMS. ഓക്കെ, അതുപോലെ തന്നെ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. നോക്കിയൊരു വർക്ക് ഫ്ലോ ആണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ലബോറട്ടറി പ്രവർത്തനങ്ങൾ ലിംസിൽ കൈകാര്യം ചെയ്യുന്നത്. ആദ്യം നോക്കി നിങ്ങൾ സാമ്പിള് ലോഗിൻ ചെയ്യുന്നു. അതായത് ഒരാളിപ്പോ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട് ലബോറട്ടറിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അയാളുടെ സാമ്പിൾ ലോഗിൻ ചെയ്യും സോഫ്റ്റ്വെയറിൽ, അല്ലെ? ദെൻ ജോബ് അസൈൻമെന്റ്, ടാസ്കുകൾ കൊടുക്കുന്നു. അതായത് ഇപ്പൊ ബ്ലഡ് ആണ് ഒരു വ്യക്തി കൊടുക്കുന്നതെങ്കിൽ ആ ബ്ലഡിൽ നിന്ന് തന്നെ പല കമ്പോണൻസ് വേർതിരിക്കാനുണ്ടാവും. HB ഉണ്ടാവാം, കൗണ്ട് ഉണ്ടാവാം, ESR ഉണ്ടാവാം. അങ്ങനെയുള്ള പല കാര്യങ്ങളും വേർതിരിക്കുന്നതിനെയാണ് ജോബ് അസൈൻമെന്റ് എന്ന് പറയാം. ഓക്കെ, ഒരു പേഷ്യന്റ് വരുന്നു, അദ്ദേഹം ബ്ലഡ് കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം പറയും ഇന്ന ടെസ്റ്റ് ആണ് നടത്തേണ്ടത്, പേരും അഡ്രസ്സൊക്കെ കൊടുക്കും. അതിനുശേഷം എന്താണ് ആ ടെസ്റ്റിൽ നിന്ന് എന്താണ് കണ്ടുപിടിക്കുന്നതെന്ന് പരിശോധിക്കും. അതിനെയാണ് ജോബ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം എന്ത് ചെയ്യും, ഫ്ലബോട്ടമി ഏരിയയിലേക്ക് പോകും, അല്ലെ? ഫ്ലബോട്ടമി ഏരിയയിലേക്ക് പോകുന്നു, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ദെൻ അത് ലാബിലേക്ക് അയക്കുന്നു. ഓക്കെ, ലാബിലേക്ക് അയക്കുമ്പോൾ അവിടെയും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അവിടെയും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ലിംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ട്രാക്കിംഗ് പ്രോഗ്രസ് ചെയ്യുക. അതായത് എത്ര ബ്ലഡ് ടെസ്റ്റ് എവിടം വരെ ആയി എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ലാബിൽ നിന്നാണ്. അവരാണ് ട്രാക്കിംഗ് പ്രോഗ്രസ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഡാറ്റ എൻട്രി നടത്തും, റിസൾട്ട് എൻട്രി നടത്തും. ദെൻ ഡാറ്റ വാലിഡേഷൻ, റിസൾട്ടിന്റെ വെരിഫിക്കേഷൻ നടത്തും. അതായത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റിസൾട്ടുകൾ തെറ്റാണോ, എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. ദെൻ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് റിപ്പോർട്ടിംഗ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ എത്തുന്നതാണ്. ഓക്കെ, അപ്പോ ലബോറട്ടറിയിലെ ഫങ്ഷൻസ് ആദ്യം സാമ്പിൾ ലോഗിൻ ചെയ്യുന്നു, ദെൻ ജോബ് അസൈൻമെന്റ് നടത്തുന്നു, ദെൻ ലാബിലോട്ട് സാമ്പിൾ അയക്കുന്നു, അവിടെ വെച്ച് ട്രാക്കിംഗ് പ്രോഗ്രസ്, ദെൻ ഡാറ്റ എൻട്രി നടത്തുന്നു, ഡാറ്റ വാലിഡേഷൻ നടത്തുന്നു, റിപ്പോർട്ടിംഗ് റിസൾട്ട്. ഇതാണ് ഒരു ലബോറട്ടറിയിലെ വർക്ക് ഫ്ലോ. അതും ലിംസ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത പാരാഗ്രാഫ്. There is no useful definition of the term limbs since it is used to encompass a number of different laboratory informatics components. The spread and the depth of these components is greatly dependent on the LIMS implementation itself. All LIMS have a workflow component and some summary data management facilities, but beyond that there are notable difference in functionality. അതായത് ലിംസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാണുന്ന എല്ലാ ലബോറട്ടറികളിലൊന്നും ലിംസ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല. നമുക്കറിയാനായിട്ട് സാധിക്കും ചില ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകളിൽ നമ്മുടെ റിസൾട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതിന്റെ കൗണ്ട് ചിലപ്പോൾ കൗണ്ട് ആയിരിക്കാം, HB ഉണ്ടാവാം, ESR ഒക്കെ നോക്കിയിട്ടുണ്ടാവാം. അതിന്റെ റിസൾട്ട് മാത്രമേ ചില ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എന്നാൽ ലിംസ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ലബോറട്ടറി ആണെങ്കിൽ അതിനകത്ത് നമുക്ക് റെഫറൻസ് റേഞ്ച് അഥവാ നോർമൽ വാല്യൂ കാണാനായിട്ട് സാധിക്കും ബ്ലഡ് ടെസ്റ്റുകളിൽ കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് എന്ത് ചെയ്യുക, കൊടുക്കുക.
പേഷ്യന്റിന്. ഓക്കെ, അപ്പോ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാല് വലിയ ലബോറട്ടറികളും ഉണ്ട്, ചെറിയ ലബോറട്ടറികളും ഉണ്ട്. പക്ഷെ ലിംസ് എന്ന് പറയുന്ന ഒരു പേരിന്റെ വ്യാപ്തി നമുക്ക് അളക്കണമെങ്കിൽ നമ്മൾക്ക് വലിയ ലബോറട്ടറികളിൽ മാത്രം അത് കാണാനായിട്ട് സാധിക്കുള്ളൂ. മറിച്ച് ചെറിയ ലബോറട്ടറികളിൽ അവർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പൊ എല്ലായിടത്തും ഉപയോഗിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. Then next one, റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. അപ്പൊ നമ്മളിപ്പോ ലിംസിനെ കുറിച്ചിട്ടാണ്, ലബോറട്ടറിയിൽ എന്താണ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എവിടെ ഉപയോഗിക്കുന്നതായിരിക്കാം, എന്ത് സോഫ്റ്റ്വെയർ ആയിരിക്കാം? ഒന്ന് കമന്റ് ചെയ്തേ. എന്ത് സോഫ്റ്റ്വെയർ ആയിരിക്കാം? റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. Radiological Information System. A Radiological Information System RIS enna paraya is the core system for the electronic management of imaging departments. The major functions of the RIS can consist of patient scheduling, resource management, examination performance, tracking, reporting, result distribution, and procedures billing. RIS complements HIS, Hospital Information System, and PACS, Picture Archiving and Communication System, and is crucial to efficient workflow to radiology practices. അപ്പൊ റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. പക്ഷെ റിസിന് ഒരിക്കലും ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. റിസിന് എപ്പോഴും HISന്റെ കോർഡിനേഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ പാക്സിന്റെ കോർഡിനേഷൻ ആവശ്യമാണ്. ഇത് മൂന്നും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഏതൊക്കെയാണ്? HIS, റിസ് അഥവാ RIS, then പാക്സ്. ഇത് മൂന്നും കൂടി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക. അപ്പൊ HISന്റെ ഒരു കോർ ആയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? റിസ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ആ സിസ്റ്റത്തില് ഇത് തുറക്കുമ്പോൾ, അതായത് സിസ്റ്റം തുറക്കുമ്പോൾ, HIS തുറക്കുമ്പോൾ നമുക്ക് റിസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിസിൽ ചെയ്യുന്നത്? പേഷ്യന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നു. റിസോഴ്സ് മാനേജ്മെന്റ് നടത്തുന്നു, അവിടെയുള്ള റിസോഴ്സിന്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നു. അതുപോലെ എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, അതായത് എക്സാമിനേഷൻ പരിശോധനകളൊക്കെ നടത്താനായിട്ട് സഹായിക്കുന്നു. ദെൻ റിപ്പോർട്ടിംഗ് ചെയ്യുന്നു, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ, റിസൾട്ട് കൊടുക്കുന്നു. അതുപോലെ ബില്ലിംഗ് പ്രൊസീജിയറും മറ്റും കാര്യങ്ങളൊക്കെ റിസിലാണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ബില്ലിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് റിസിലാണ്. അപ്പൊ ഇതുപോലെ തന്നെ HISുമായിട്ടും പാക്സുമായിട്ടും കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു HISലാണ് നമുക്ക് എന്ത് കാണാൻ കഴിയുക? റിസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ സോഫ്റ്റ്വെയർ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ആദ്യം തന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് പേഷ്യന്റ് ഡീറ്റെയിൽസ് RISലേക്ക് വിടും. അതാണ് ആ ഒരു പിക്ചർ കേട്ടോ. 1, 2. ആദ്യം തന്നെ ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, അതിൽ നിന്ന് റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് പേഷ്യന്റ് ഡീറ്റെയിൽസ് അയക്കുന്നു. ദെൻ അവിടെ നിന്ന് പേഷ്യന്റിനെ വിടുകയാണ് ചെയ്യുക. അതായത് പേഷ്യന്റ് ഇപ്പൊ എക്സ്റേ ആയിരിക്കാം, അല്ലെങ്കിൽ MRI ആയിരിക്കാം, CT ആയിരിക്കാം എടുക്കേണ്ടത്. ആ ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റിനെ വിടുന്നു. അവിടെ വെച്ചിട്ട് പേഷ്യന്റ് ഇമേജിങ്ങിന് വിധേയനാകുന്നു. അതായത് CTക്കും എക്സ്റേക്കും MRIക്കും ഒക്കെ പേഷ്യന്റ് വിധേയനാകുന്നു. ഇതിന് പേഷ്യന്റിന്റെ അടുത്തുള്ള ആ ഒരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയാ MRI ആവാം, CT ആവാം, എക്സ്റേ ആവാം, അതിന്റെ ചിത്രങ്ങൾ ഉണ്ടല്ലോ, അത് പാക്സിലോട്ട് അയക്കുന്നു.
പാക്സ് എന്ന് പറഞ്ഞാല് പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാല് പേഷ്യന്റ് MRI എടുത്തിട്ടുള്ള ചിത്രങ്ങള്, CT ആയിട്ട് എടുത്തിട്ടുള്ള ചിത്രങ്ങള്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാക്സിലേക്ക് അയക്കും. പാക്സിലേക്ക് അയക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. പാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമേജിങ്, എന്താ പറയാ, ഇമേജസ് എന്ത് ചെയ്യുന്നുണ്ട്, പാക്സിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ പാക്സ് ആണ് ഇത് എന്ത് ചെയ്യുക, റേഡിയോളജി വർക്ക് സ്റ്റേഷൻ, റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷനിലേക്ക് അയക്കാം. പാക്സിൽ നിന്ന് നേരെ അത് എങ്ങോട്ടാ പോവുക, റേഡിയോളജിസ്റ്റുകള് റിപ്പോർട്ടിംഗ് വർക്ക് സ്റ്റേഷൻ വഴി ഇത് ആക്സസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ടാണ് റേഡിയോളജിസ്റ്റുകൾക്ക് ഇത് കിട്ടുന്നത്. ദെൻ റേഡിയോളജിസ്റ്റുകള് ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടുകളില്ലേ, അത് ക്രിയേറ്റ് ചെയ്യുന്നു റേഡിയോളജിസ്റ്റുകള്. ദെൻ വീണ്ടും ഈ വിവരങ്ങള് റേഡിയോളജി ഇൻഫോർമേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ദെൻ ഫൈനലി നമ്മുടെ കയ്യിൽ റിസൾട്ടുകൾ കിട്ടുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പോ നിങ്ങളൊരു MRI എടുക്കാൻ ഒരു സ്ഥലത്ത് ചെന്ന്, അല്ലെങ്കിൽ CT എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുവാണ്, അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം ഹോസ്പിറ്റലാണ് ഈ ഒരു ഇതുള്ളതെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് പേഷ്യന്റ് വിവരങ്ങൾ RIS-ലേക്ക് പോകുന്നത്. അവിടെ നിന്ന് നമ്മള് രോഗനിർണയം എടുക്കാനായിട്ട്, ഇമേജിങ്ങിന് വിധേയനാകാനായിട്ട് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുന്നു. ദെൻ അവിടെ നിന്ന് ചിത്രങ്ങൾ പാക്സിലേക്ക് പോകുന്നു. ദെൻ പാക്സിൽ നിന്നാണ് എന്ത് ചെയ്യുക, റേഡിയോളജിസ്റ്റുകള് റിപ്പോർട്ടുകൾ ആക്സസ് ചെയ്യുന്നതും റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും. ദെൻ വീണ്ടും അത് RIS-ലേക്ക് പോകുന്നു. ദെൻ നമ്മുടെ കയ്യില് റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. ക്ലിയർ ആണോ? RIS-ന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ. ദെൻ അടുത്തത് ബേസിക് ഫീച്ചേഴ്സ് ആണ് കേട്ടോ. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം കോമൺലി സപ്പോർട്ട് ദ ഫോളോവിങ് ഫീച്ചേഴ്സ്. ചില ഫീച്ചേഴ്സ് ഉണ്ട്, ഇതിനെ നമുക്ക് നോക്കാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമുക്കൊന്ന് പറഞ്ഞു പോവാം എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചർ എന്ന് കേട്ടോ. ഒന്നാമത് പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യന്റിനെ രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നു, ഷെഡ്യൂളിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് RIS ആണ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്ന പേഷ്യൻസിന്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ദെൻ രണ്ടാമത്തത് പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, അതായത് മൊത്തം വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു, പേഷ്യന്റ് അപ്പോയിന്റ്മെന്റുകളൊക്കെ ക്രമീകരിക്കുന്നു. ദെൻ മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. എന്താണ് മൊഡാലിറ്റി ഇന്റർഫേസ് എന്ന് നമുക്ക് നോക്കാം. പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള്, പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങള് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ നിന്നോ RIS-ൽ നിന്നോ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആണ് മൊഡാലിറ്റി ഇന്റർഫേസ്. അപ്പോ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാവാം. ഇത് RIS-ൽ നിന്നോ HES-ൽ നിന്നോ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസിനെയാണ് മൊഡാലിറ്റി ഇന്റർഫേസ് എന്ന് പറയുന്നത്. മൊഡാലിറ്റി ഇന്റർഫേസ് വെച്ചിട്ട് വർക്ക് ലിസ്റ്റുകൾ അവിടെ എന്താ പറയാ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ്, വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നത് ഈ ഒരു RIS-ന്റെ പ്രത്യേകതയാണ്. ദെൻ റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്, അതായത് പേഷ്യന്റിൽ നിന്ന് വരുന്ന ടെസ്റ്റ് റിക്വസ്റ്റുകൾ ഓർഗനൈസ് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. അതിനെയാണ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ റിസൾട്ട് എൻട്രി. റിസൾട്ട് എൻട്രി എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് റിസൾട്ടുകൾ എൻട്രി ചെയ്യുക. ദെൻ ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നീഷൻ, PR എന്ന് പറയും. അതായത് സംഭാഷണത്തെ ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഒരു ടെക്നോളജിയാണ് വോയിസ് റെക്കഗ്നീഷൻ അഥവാ PR എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങള് ഈ ഒരു RIS-ന്റെ പ്രത്യേകതയാണ് കേട്ടോ. Then printable like patient letters and printed reports. അതുപോലെ തന്നെ patient letters ക്രിയേറ്റ് ചെയ്യുന്നു, പ്രിന്റഡ് റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പേഷ്യന്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിന്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, പേഷ്യന്റെ കയ്യിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അല്ലെ. ഇനി പേഷ്യന്റ് ലെറ്റർ എന്ന് പറഞ്ഞാല് പേഷ്യന്റെ നെയിം, അഡ്രസ്, സാമ്പിൾ എടുത്ത ഡേറ്റ്, ഡോക്ടറിന്റെ പേര്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് എന്ത് പേഷ്യന്റ് ലെറ്റർ എന്ന് പറയുന്നത്. അതും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Then result transmission via integration or emailing of clinical report. ചില ക്ലിനിക്കൽ റിപ്പോർട്ടുകൾ ഇമെയിൽ വഴി അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇമെയിലിലോട്ട് അയച്ചു കൊടുക്കുന്നതും ആരാണ്? RIS എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ആണ്.
ഓക്കെ. ദെൻ പേഷ്യന്റ് ട്രാക്കിംഗ്. പേഷ്യന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാല് പേഷ്യന്റ് ടെസ്റ്റുകൾ എവിടെ വരെ എത്തിയെന്ന് പരിശോധിക്കുന്നു അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുന്നു. അതിനെയാണ് പേഷ്യന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ്, അതായത് ഇപ്പൊ ഡോക്ടേഴ്സിനോ സ്റ്റാഫിനോ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ എന്താ പറയുക അവെയർ ചെയ്യുന്ന തരത്തിൽ അവർക്കൊക്കെ എന്താ പറയുക കൂടുതൽ അറിവ് കിട്ടത്തക്ക രീതിയിൽ ചില ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ഒരാൾ വന്ന് ഒരു ഡോക്ടർ വന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് വന്ന് നോക്കുകയാണ്, ഇന്ന കാര്യത്തെ കുറിച്ച് കൂടുതൽ നോളജ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആര്? റിസ്. ഓക്കെ. ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. ചില ടെക്നിക്കൽ ഫയൽസ്, അതായത് ഒരു ഹോസ്പിറ്റലിലേതായിട്ടുള്ള റേഡിയോളജി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ഫയൽസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്, അതായത് എക്സ്റേ ചെയ്യുന്ന രീതി, CT ചെയ്യുന്ന രീതി, MRI ചെയ്യുന്ന പല രീതികള് ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എക്സ്റേ എടുക്കുന്ന രീതി എങ്ങനെയാണ്, CT എങ്ങനെയാണ്, പലതിനും പല ടൈപ്പ് ആണല്ലോ. അപ്പൊ ആ രീതികൾ ഇവിടെ അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതൊക്കെ ഉപകരണങ്ങൾ വെച്ചിട്ടാണ് CT MRI എടുക്കുന്നത്, അതൊക്കെ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നു കേട്ടോ. ലാസ്റ്റ് വൺ കൺസെന്റ് മാനേജ്മെന്റ് ആണ്. കൺസെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാം, അതായത് നമ്മള് രോഗിക്ക്, അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റിനൊക്കെ നമ്മൾ വിധേയനാവുകയാണെങ്കിൽ ചില സമയത്ത് കൺസെന്റ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ കാരണം ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ വിവരങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. അത്തരത്തില് പേഷ്യന്റിന്റെ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും ആര് ചെയ്യുന്നുണ്ട്, റിസ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി CPOE, otherwise known as computerized provider order entry or computerized practitioner order entry, refers to the process of medical professional entering and sending medication orders and treatment instructions electronically by way of computer application instead of paper charts. അതായത് പേപ്പർ അധിഷ്ഠിത രീതികൾക്ക് പകരം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് മരുന്നിന്റെ കുറിപ്പുകള്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകള്, ചികിത്സാ നിർദ്ദേശങ്ങള് എന്നിവ ഉൾപ്പെടെ രോഗികളുടെ ഓർഡറുകൾ ഇലക്ട്രോണിക് രീതിയിൽ നൽകുന്നതിന് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ ഈ സംവിധാനം അനുവദിക്കുന്നു. ഓക്കെ. അതായത് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും, നമ്മൾ ഡോക്ടറിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടറുടെ അതായത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടറിന് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. എന്തിലൂടെയാണ്? HSS-ലൂടെ അറിയാനായിട്ട് സാധിക്കും അല്ലെ. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മളെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ എന്ത് എഴുതും? മരുന്നുകളും നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അഡ്വൈസസും ഒക്കെ എഴുതാറുണ്ട്. എഴുതല്ല ചെയ്യുക, ടൈപ്പ് ചെയ്യാറാണല്ലോ. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ് അല്ലെ. ആ സിസ്റ്റത്തിൽ ഇരുന്നു കൊണ്ട് അവരിങ്ങനെ ടൈപ്പ് ചെയ്യും. ഇങ്ങനെ ടൈപ്പ് ചെയ്യാനായിട്ട് ഡോക്ടറെ സഹായിക്കുന്ന ഒരു സിസ്റ്റമാണെന്ത്, അല്ലെങ്കിൽ ആ ടൈപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെന്ത്, CPOE എന്ന് പറയുന്നത്. ഓക്കെ. ഡോക്ടർമാര് അവരുടെ റൂമില് അവരുടെ ചേംബറിൽ മുന്നിൽ ഇരുന്നുകൊണ്ട് അവരുടെ സിസ്റ്റത്തില് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ മരുന്നുകൾ എന്തൊക്കെയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ അഡ്വൈസസ് എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ. CPOE എന്നാണ് ഇതിനെ പറയാം. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ ഒരു വർക്ക് ഫ്ലോ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. CPO, അതായത് നമ്മൾ ഈ ഡോക്ടർ ഈ സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തില് EHR കാണാനായിട്ട് സാധിക്കും, അതായത് രോഗിയുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റിപ്പോർട്ട് കാണാനായിട്ട് സാധിക്കും. പേഷ്യന്റ് ഇൻഫോർമേഷൻ, അതായത് പേഷ്യന്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. പേഷ്യന്റ് ഇൻഫോർമേഷൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ രോഗിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മരുന്നുകൾ എന്തൊക്കെയാണ്, ഡോസേജ് എന്താണ്, അലർജീസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടർ ആദ്യം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം അത് CDSS-ലേക്ക് അയക്കുന്നു. CDSS എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോറായിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാണ് ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം.
ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. അതാണ് CDSS കേട്ടോ. ക്ലിനിക്കൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ടൈപ്പ് ചെയ്യുന്നപ്പോ ഡോക്ടർ ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ചുമയോ പനിയോ ഒക്കെ ആണെങ്കിൽ അയാളുടെ വിശദാംശങ്ങൾ ടൈപ്പ് ചെയ്യും, അതിന് മരുന്നുകളും അതിന്റെ ഡോസേജും ഒക്കെ ടൈപ്പ് ചെയ്യും. ഇനി ടൈപ്പ് ചെയ്തതിന് ശേഷം ഇത് CDSS സിസ്റ്റത്തിലോട്ട് അയക്കുന്നു. ഇതിന്റെ കോറായിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത് അല്ലെ. അപ്പൊ CDSന്റെ ജോലി എന്ന് പറഞ്ഞാല് ഡോക്ടർ ടൈപ്പ് ചെയ്ത എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഡോസേജ് വ്യത്യാസം ഉണ്ടോ, അല്ലെങ്കിൽ ശരിയായ മരുന്നുകളൊക്കെയാണോ എഴുതിയിരിക്കുന്നതെന്ന് CDSS ആണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡോക്ടറിനെ ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കുന്നത് ആരാണ്? CDSS ആണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുന്നു. ദെൻ തിരുത്തിയ ഫയല് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? CPOയിലേക്ക് അയക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ തിരുത്തിയ ഫയല് CPOയിലേക്ക് അയച്ചതിന് ശേഷം അത് ഫാർമസിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ലബോറട്ടറിയിലേക്ക് പോകുന്നു, റേഡിയോളജി സെന്ററിലേക്ക് പോകും. ഓക്കെ, അപ്പൊ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഫാർമസിയിലോട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ലബോറട്ടറിയിലേക്ക് നേരെ പോകും. റേഡിയോളജി, എക്സ്റേ, CT അങ്ങനെയൊക്കെ ആണെങ്കിൽ റേഡിയോളജി സെന്ററിലേക്ക് പോകും. അപ്പൊ നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു കുറിപ്പിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ. ഡോക്ടറിന്റെ സിസ്റ്റത്തിൽ ഈ ഒരു 2 സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലബോറട്ടറിയിലേക്കും റേഡിയോളജിയിലേക്കും ഒക്കെ അയക്കുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാല് എന്ത് ചെയ്യും? നമ്മുടെ പേര് വിളിച്ച് നമ്മൾ അങ്ങോട്ട് പോകും. ഓക്കെ, ക്ലിയർ ആണോ? പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം. പ്രാക്ടീസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് അവിടെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് പ്രധാനമായിട്ടും CPOE, CDSS ആ ഒരു ഇത് മാത്രമേ നോക്കാനുള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. Then നമുക്ക് യൂസസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് കമ്പ്യൂട്ടറിന്റെ യൂസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെ യൂസിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്? എളുപ്പമാണ് കേട്ടോ, അത് വായിച്ചപ്പെട്ടത് മനസ്സിലാകും. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റിന്റെ ഇൻഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് നോക്കാം. Patient information is kept organized, safe and readily available on a computer. In an emergency, medical staff need quick access to patient records. There are lesser risk of data loss or mismatching by using a computer. അതായത് രോഗിയുടെ വിവരങ്ങള് ഒരു കമ്പ്യൂട്ടർ ഓർഗനൈസ് ചെയ്ത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലെ. മാത്രമല്ല എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിന് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് രോഗിയുടെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഡാറ്റ നഷ്ടപ്പെടാനുള്ള ചാൻസ് കുറവാണ്. മാത്രമല്ല മിസ്മാച്ചിങ്ങിനുള്ള ചാൻസ് കുറവാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരാളുടെ പേര് തന്നെ പല ആൾക്കും ഉണ്ടാവും, ഒരേ പേര് തന്നെ പല വ്യക്തികൾക്കും ഉണ്ടാവും. പക്ഷെ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആർക്കാണോ ആപ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു റെക്കോർഡ് അവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. തെറ്റുകളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. സെക്കൻഡ് വൺ, മോണിറ്റർ പേഷ്യൻസ് ആണ് കേട്ടോ. Hospital now utilize computers to keep track of vital signs such as heart rate and blood pressure. Additionally, the computer monitoring system collects helpful patient data. It is possible to get back this data for future use in research or other purposes.
അതായത് പേഷ്യന്റിന്റെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗിയുടെ സുപ്രധാന വൈറ്റൽസ് ട്രാക്ക് ചെയ്യാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു രോഗി കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വൈറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ എന്ത് തരം, അതിപ്പോ ബ്ലഡ് പ്രഷർ ആവാം, ഹാർട്ട് റേറ്റ് ആവാം, എന്ത് തരം വൈറ്റൽസ് ആയിക്കോട്ടെ, അത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ വഴിയാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഡാറ്റ കമ്പ്യൂട്ടർ മോണിറ്റർ സിസ്റ്റം കളക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്, ഇത് മോണിറ്റർ ചെയ്യുക മാത്രമല്ല, അത് കളക്ട് ചെയ്ത് കൂടി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിലൂടെ റിസർച്ചിനും മറ്റുമൊക്കെ എന്താണ് കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത്. ഓക്കെ, ദെൻ മെഡിക്കൽ റിസർച്ച്. To understand more about a certain ailment, clinicians may now search medical database. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. എന്താണ് ഇവിടെ പറയുന്നത്, ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഡോക്ടർമാരെ കമ്പ്യൂട്ടർ സഹായിക്കും. അല്ല, ഇപ്പൊ ഒരു രോഗം കണ്ടെത്തി, പെട്ടെന്ന് ഒരു വൈറസ് ബാധ വന്നു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു വൈറസ് രോഗം സ്പ്രെഡ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കണം, പ്രിക്കോഷൻസ് പറഞ്ഞു കൊടുക്കണം അല്ലെ. അപ്പൊ ആ രോഗത്തെ കുറിച്ച് കൂടുതൽ അറിയാനും ആ രോഗത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ക്ലിനീഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണിത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് കൂടി സാധിക്കും. ഇത്തരത്തില് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലൂടെ മെഡിക്കൽ സ്റ്റാഫുകളുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഒക്കെ നോളജ് വർദ്ധിക്കുകയാണ് ചെയ്യുക, അവരുടെ ശേഷി ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക, അവരുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാണ് ഇതിലൂടെ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? 3 കാര്യങ്ങൾ പറഞ്ഞു, ക്ലിയർ അല്ലേ? Then അടുത്തത് ഇൻവെന്ററി ആണ്. Knowing what medications are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not in stock. Thus, it is important to keep an inventory list up to data. In the meanwhile, inventory control is necessary for hospitals and medical facilities. Therefore, inventory managers can trace stock levels through to computers. അതായത് ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് കയ്യിലുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് അറിയേണ്ടത് ആവശ്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ മരുന്നുകൾ കൊടുക്കുമ്പോൾ ആ മരുന്നുകളുടെ എന്താ പറയാ സ്റ്റോക്ക് അവിടെ ഉണ്ടോ എന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സ്റ്റോക്ക് ഇല്ലാതെയാണ് ഡോക്ടേഴ്സ് മരുന്നുകൾ കൊടുക്കുന്നതെങ്കിൽ അത് രോഗിയുടെ ട്രീറ്റ്മെന്റ് ഡിലേ ആക്കുന്നതാണ്. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഒരു സ്റ്റോക്ക് ഇൻവെന്ററി ലിസ്റ്റ് ഡോക്ടറുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഡോക്ടർ ഓരോ ദിവസവും പേഷ്യന്റിനെ നോക്കാനായിട്ട് റൂമിലോട്ട് കയറുമ്പോൾ ആദ്യം അവര് ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻവെന്ററി ലിസ്റ്റ്. അതായത് പേഷ്യന്റ് വരുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇത് ചെക്ക് ചെയ്താൽ മാത്രമാണ് അവർക്ക് കറക്റ്റ് ആയിട്ട് ഏത് മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രോഗി വരുമ്പോൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ഇൻവെന്ററി ലിസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇൻവെന്ററി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സ്റ്റോക്ക് റൂമിലേക്ക് എന്താണ് ഇൻവെന്ററി മാനേജർ ഉണ്ടാവും. അദ്ദേഹമാണ് ഏതൊക്കെ മരുന്നുകളാണ് തീർന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് തരംതിരിച്ച് ഡോക്ടേഴ്സിന് ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കേണ്ടത്. അപ്പൊ ഇത്തരം ലിസ്റ്റ് തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടർ വഴിയാണ്. കമ്പ്യൂട്ടറാണ് ഈ ഇത്തരം ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നതും ഡോക്ടേഴ്സിന് അത് സ്ക്രീനിന് മുന്നിൽ കൊണ്ടുവരുന്നതും. കേട്ടോ, ഇത്തരത്തില് ഇൻവെന്ററി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറാണ് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളുടെ ഉപയോഗം ഇൻവെന്ററി മാനേജർമാരെ സ്റ്റോക്ക് ലെവലുകൾ കാര്യക്ഷമമായി ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കമ്പ്യൂട്ടർ വഴിയാണ് നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോക്ക് ലെവൽ എത്രയാണ്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഓക്കെ,
Then use in surgical procedures. Computers can perform multi-faceted tasks with accuracy, so the use of computers in operating rooms can save lives. For completing complicated treatments, surgeons depend on computers. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ മൾട്ടിപ്പിൾ ആയ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ ഓപ്പറേഷൻ റൂമുകളിൽ കമ്പ്യൂട്ടറിന്റെ ഉപയോഗം ജീവൻ രക്ഷിക്കും എന്നാ പറയുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചികിത്സകള് പൂർത്തിയാക്കുന്നതിന് സർജൻസിനെ കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നു. നമുക്കറിയാം ഓപ്പറേഷൻ റൂംസിലൊക്കെ എന്ത് ഉപയോഗിക്കാറുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട് അല്ലെ. രോഗികൾക്ക് ഓപ്പറേഷൻ നടത്തുമ്പോൾ അവരുടെ വൈറ്റൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ലെവൽ എങ്ങനെയാണ്, ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ആരോഗ്യം എങ്ങനെയാണെന്നൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ റൂമുകൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ. എന്താണ് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ, ഓ മനസ്സിലായി. മനസ്സിലായി. ക്യാമറ. ഓക്കെ ഓക്കെ. അപ്പൊ ഓപ്പറേഷൻ റൂംസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തില് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, രോഗികളുടെ സുപ്രധാനമായിട്ടുള്ള വൈറ്റൽസ് അല്ലെങ്കിൽ അവരുടെ ആന്തരിക ഭാഗങ്ങളൊക്കെ, അതായത് ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ തിരിച്ചറിയുന്ന അങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കമ്പ്യൂട്ടറുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് നല്ല രീതിയിലുള്ളൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. then അടുത്തത് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ, എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ യൂസ് എന്ന് നമുക്ക് നോക്കാം. ഹോസ്പിറ്റലുകളിൽ എന്തൊക്കെയാണ് യൂസ്? മെഡിക്കൽ എക്യുപ്മെന്റിംഗ് ആൻഡ് ഇമേജിംഗ് ആദ്യത്തേതാണ് കേട്ടോ. കമ്പ്യൂട്ടേഴ്സ് ആർ വൈഡ്ലി, അല്ല സെയിം തന്നെയാണ്, അവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം ആണ്, അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ല. കമ്പ്യൂട്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു ഓപ്പറേറ്റ് മെഡിക്കൽ മെഷീനറി ദാറ്റ് conducts crucial medical tests including ultrasonography, CT scan, MRIs, blood test, etc. Doctors also utilize computers to display their findings and describe the illness and the course of therapy. Computers may be used for 3D modeling and drawing. അതായത് അൾട്രാസോണോഗ്രഫി, അതുപോലെ തന്നെ CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് മുതലായ മെഡിക്കൽ പരിശോധനകൾ നടത്തുന്ന മെഡിക്കൽ മെഷീനറി പ്രവർത്തിപ്പിക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. നമ്മൾ MRI എടുക്കുന്ന ഉപകരണം അല്ലെങ്കിൽ CT എടുക്കുന്ന ഉപകരണം, ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് കമ്പ്യൂട്ടറിന്റെ സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് കൂടുതൽ കണ്ടെത്തലുകൾ, ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് രോഗിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനും രോഗത്തിന്റെ വിവരങ്ങള്, രോഗിയുടെ അവസ്ഥ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കാനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3D മോഡലിങ്ങും ഡ്രോയിങ്ങിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യുവാണ്. എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ നമ്മുടെ വയറുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഡോക്ടർ കാണിച്ചു തരും അല്ലെ. അപ്പോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലെ ആന്തരിക ഭാഗം, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നമുക്ക് അതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പ്രത്യേക ഭാഗമൊക്കെ അത് കമ്പ്യൂട്ടറിന് മുന്നിലാണ് അവർ വിഷ്വലൈസ് ചെയ്യുക. അപ്പോ ഒരു രോഗിക്ക് തന്റെ രോഗം എന്താണ്, താനിപ്പോ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമായിട്ട് കമ്പ്യൂട്ടറിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഡോക്ടർമാര്, ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ എന്താണെന്നും അയാളുടെ രോഗം എന്താണെന്നും വിഷ്വലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഒരു ഡോക്ടർ, ഒരു രോഗി, പിന്നെ കൂടെ ഒരു അസിസ്റ്റന്റ് നിൽപ്പുണ്ട്. അയാളുടെ, അതായത് ആ രോഗിയുടെ പലതരത്തിലുള്ള ഇമേജസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ വഴി വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, then communication. The use of computers for communication among us healthcare professionals helps the staff and makes their job easier because they are sometimes a bit busy. Healthcare staff can communicate in real-time chat
on a computer to share important information, it is preferable to receive text or post-it notes. അതായത് ഇത് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ തമ്മിലും ഡോക്ടേഴ്സ് തമ്മിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പരസ്പരം ഡാറ്റാസ് എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ ഡോക്ടർമാർക്ക് ചിലപ്പോ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡോക്ടറുടെ റൂമില് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കണമെങ്കിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, ആ റിസപ്ഷനിസ്റ്റിന്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് അവരുടെ സിസ്റ്റം വഴി ഡോക്ടറുടെ റൂമിലെ കമ്പ്യൂട്ടറിലേക്ക് അയക്കാവുന്നതാണ്. അത്തരത്തില് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പലതരം ഡാറ്റാസ് ആകാം, അല്ലെങ്കിൽ മെസ്സേജസ് ആകാം, അല്ലെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻ ആവാം. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. Then telemedicine. The act of treating patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patients and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is crucial as well. അതായത് നമ്മൾ കമ്പ്യൂട്ടർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി ഫോൺ വഴിയൊക്കെ അതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയാ. ഒരു രോഗിക്ക് എന്ത് ചെയ്യണ്ട, നമ്മൾക്ക് ഡോക്ടറെ അടുത്ത് നേരിട്ട് ചെല്ലേണ്ട ആവശ്യം പോലും ഇല്ല. ഫിസിക്കലി പ്രസന്റ് ആകാതെ രോഗികൾക്ക് ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തിലൂടെ, കമ്പ്യൂട്ടറുകളിലൂടെ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡോക്ടർമാര് അവരുടെ കോൺഫറൻസുകൾ എന്ത് ചെയ്യാറുണ്ട്, കമ്പ്യൂട്ടർ മുഖേന നടത്താറുണ്ട്. നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയാൽ അറിയാം, ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നത് കമ്പ്യൂട്ടറിൽ 4 ഡോക്ടേഴ്സിന്റെ പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തില് പല പല കോൺഫറൻസ്, വീഡിയോ കോൺഫറൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുകളാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഫോണിലൂടെയും നമുക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ രോഗിക്കോ അല്ലെങ്കിൽ മറ്റു ഡോക്ടേഴ്സിനോ അവരുടെ അടുത്ത് ചെന്ന് ചർച്ചകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ വഴിയോ ടെലിഫോൺ വഴിയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്താം. ദാറ്റ് ഈസ് ടെലിമെഡിസിൻ. ഇനി ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്ന ഒരു കലാമിറ്റി, ഒരു നാച്ചുറൽ കലാമിറ്റി വന്നിരിക്കുന്ന ഒരു സ്ഥലമായിക്കോട്ടെ, ആളുകൾക്ക് പെട്ടെന്നൊന്നും മറ്റുള്ള ആളുകളുടെ അടുത്ത് എത്താനൊന്നും സാധിച്ചെന്ന് വരില്ല. അപ്പോ കൊറോണ ടൈമൊക്കെ ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ഈ ഒരു രീതിയാണ്, ടെലിമെഡിസിൻ എന്ന് പറയുന്ന രീതിയാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇപ്പൊ കൊറോണ സമയത്തൊക്കെയാണ് നമുക്കറിയാം ഡോക്ടേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ വഴി, ഫോൺ വഴി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴിയൊക്കെ വന്നിട്ട് നമ്മളുമായിട്ട് മെസ്സേജസ് ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. നമ്മളുടെ രോഗങ്ങൾ രോഗനിർണയം നടത്താനും അതുപോലെ തന്നെ നമ്മുടെ രോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താനും അവർ ശ്രമിക്കാറുണ്ട്. നമുക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരുന്നതാണ് ഇതിലൂടെ. ഓക്കെ, then അടുത്തത് കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ. Hospitals now use automatic system like artificial intelligence (AI) to provide regular customer services to the patients, such as payments, making demands and complaints. അതായത് ആശുപത്രികൾ ഇപ്പോൾ AI പോലുള്ള ഓട്ടോമാറ്റിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് രോഗികൾക്ക് കസ്റ്റമർ സർവീസ് നൽകുന്നു. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ പ്രത്യേക ധർമ്മമാണത്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമർ സർവീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റ്സ് ഒക്കെ അവർക്ക് ചെയ്യാം. ഡിമാൻഡ്, എന്തെങ്കിലും കംപ്ലൈന്റുകളോ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനും എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ സഹായിക്കുന്നുണ്ട്. The next one online payment ആണ്. Hospitals now make use of online payment portals to help patients to pay their hospital bills online. This decreases the chances of errors and the task is performed in less time. ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നതിന് ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ കമ്പ്യൂട്ടർ വഴി ഉപയോഗിക്കുന്നുണ്ട് അല്ല. ഓൺലൈൻ പേയ്മെന്റ് പോർട്ടൽ നമ്മൾ കമ്പ്യൂട്ടർ വഴിയാണ് എന്ത് ചെയ്യുക അല്ലെ കൂടുതലും. അതുപോലെ തന്നെ ഇതിലൂടെ എറേഴ്സ് കുറയ്ക്കാനും കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായിട്ടുള്ള ജോലി കംപ്ലീറ്റ് ആക്കാനും സഹായിക്കുന്നു.
കുറച്ച് സമയം മതി ഇതൊക്കെ ചെയ്യാനായിട്ട്. കുറെ സമയം എടുത്തൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. ദാറ്റ് ഈസ് ഓൺലൈൻ പേയ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണോ? ഇനി അടുത്തത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. ഒന്ന് വായിച്ചു നോക്കുക നിങ്ങള്. 2 മിനിറ്റ് എടുത്ത് ഒന്ന് വായിച്ചു നോക്കി. Health Information Manager. Health Information Managers, HIM, organize, oversee, and protect patient health information data, which includes symptoms, diagnosis, medical histories, test result, and procedures. The exact job description relies on the professional's job title. However, there are some daily tasks that most health information managers do. അതായത് രോഗിയുടെ സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക്സ്, പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ടുകള്, പേഷ്യൻസിന് നൽകിയിരിക്കുന്ന പ്രൊസീജിയേഴ്സ് എന്നിവ ഉൾപ്പെടുന്ന രോഗിയുടെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ഓർഗനൈസ് ചെയ്യുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ ഉണ്ടല്ലോ പേഷ്യന്റിന്റെ, അത് പ്രൊട്ടക്ട് ചെയ്യുന്നതും അതിന് സൂപ്പർവിഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ അത് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തരത്തിലുള്ള പേഷ്യന്റിന്റെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുക, സൂപ്പർവിഷൻ കൊടുക്കുക, തന്നെ ഓർഗനൈസ് ചെയ്യുക. അതാണ് ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത്. അതാണ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാനുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ഇമ്പോർട്ടന്റ് അല്ല റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം അത് എന്താണെന്ന് കേട്ടോ. ഫസ്റ്റ് വൺ, ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജർ. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഹെൽത്ത് ഇൻഫോർമേഷൻ സിസ്റ്റം and process to ensure the complete and accurate documentation of medical records. കൃത്യമായ മെഡിക്കൽ ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുന്നു. അതായത് തന്നിരിക്കുന്ന പേഷ്യന്റ് ഡാറ്റ ഉണ്ടല്ലോ, മെഡിക്കൽ ഡാറ്റ, പേഷ്യന്റ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഡാറ്റ, അത് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തെ പോയിന്റ്, work with the various medical staff including nurses and doctors to enhance the quality and accuracy of patient information. രോഗികളുടെ വിവരങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന്, ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് നഴ്സുമാരും ഡോക്ടർമാരും ഉൾപ്പെടെ വിവിധ മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് പ്രവർത്തിക്കുക.
ഈ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റയുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണം? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ മറ്റുള്ള സ്റ്റാഫുകളുമായിട്ടും ഡോക്ടർമാരുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോകണം. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, code or collaborate with coders to ensure secure and bug-free system for controlling health information. Health information data control ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള കോഡുകൾ യൂസ് ചെയ്യുക. നമുക്കറിയാം, അതായത് ഹോസ്പിറ്റലുകളിൽ ഫുൾ ആയിട്ടെല്ലാം മരുന്നുകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ, ഓരോ കോഡുകൾ അവർ യൂസ് ചെയ്യും. മെഡിക്കൽ കോഡിങ് കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങള്. അപ്പൊ ഈ കോഡുകൾ ഉണ്ടാവും, ഓരോരോ രോഗങ്ങൾക്കും അതിനുള്ള മരുന്നുകൾക്കൊക്കെ ഓരോ കോഡുകളൊക്കെ ഉണ്ടാകും. ആ കോഡുകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെയാണ്. ഓക്കെ. നാലാമത്തെ പോയിന്റ്, മേക്ക് റെഗുലർ ഓഡിറ്റ്സ് ടു എൻഷുർ ദ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റ് techniques and process comply with the guidelines as well as federal and state laws. അതായത് ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റില് റെഗുലർ ആയിട്ടുള്ള ഓഡിറ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓഡിറ്റുകൾ മാത്രം കണ്ടക്ട് ചെയ്യേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കേട്ടോ. അവിടുത്തെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും വിധേയമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓഡിറ്റുകൾ അല്ലെങ്കിൽ ഓഡിറ്റുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടതും അത് കണ്ടക്ട് ചെയ്യേണ്ടതും. Okay. Then അഞ്ചാമത്തെ പോയിന്റ്, cooperate with the complaints officers that regularly track audits and denials from third-party auditors and insurance companies and find trends in the data. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫോർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈൻസ് ഓഫീസർ ഉണ്ട്. ഈ കംപ്ലൈൻസ് ഓഫീസറുമായിട്ട് ചേർന്ന് അദ്ദേഹവുമായി കോപ്പറേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു ഓഡിറ്റുകൾ ട്രാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ, ഓഡിറ്റുകൾ ട്രാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഓഡിറ്റേഴ്സ്, അതായത് പുറത്തുനിന്നുള്ള ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഓഡിറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. നമ്മൾ ഓഡിറ്റിൽ പഠിച്ചാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. അപ്പോൾ പുറത്തുനിന്ന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച ഓഡിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കേണ്ടതും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് റിജക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ലാസ്റ്റ് വൺ, organize and analyze health information for better utilization, process improvement, preparing reports and research purposes. These are some jobs carried out by health information manager. Relying on the specific subfield we end up in, we may have more specialized duties. അതായത് അതുപോലെ തന്നെ ചില ഹെൽത്ത് ഇൻഫോർമേഷന്റെ ബെറ്റർ ആയിട്ടുള്ള യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും അതിന്റെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങൾ, ചില റിപ്പോർട്ടുകൾ ഇവർ പ്രിപ്പയർ ചെയ്യണം. റിസർച്ച് പർപ്പസിനുള്ള റിപ്പോർട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും ആരാണ്? ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറാണ്. ഇനി കാണുന്ന ഡ്യൂട്ടി അല്ലാതെ വേറെയും ചില സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഫോർമേഷൻ മാനേജറുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, അദ്ദേഹത്തെ ഓവറോൾ ഒരു കാര്യം അറിഞ്ഞിരിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്, അതായത് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ മുന്നുള്ള മറ്റു ക്ലാസ്സുകളുമായി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ചോദിക്കാം, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആണ്? അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തില് കമ്പോണൻസുകൾ പഠിക്കുക. പോയിന്റ് വൈസ് ആയിട്ട് മാത്രം, ഉള്ളിലോട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്തൊക്കെയാണ് കമ്പോണൻസിൽ ഉൾപ്പെടുക എന്ന് ചോദ്യം വരാൻ ചിലപ്പോ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് സിസ്റ്റം,
then patient management, then facility management, staff management, supply management, financial management, insurance management, laboratory management, report management, vaccination, support, അത്തരത്തിലുള്ള കാര്യങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഹിപ്പാലോ, ഹിപ്പയുടെ ഫുൾ ഫോം ഒന്ന് നോക്കി വെക്കുക. then പേഷ്യന്റ് പോർട്ടൽ എന്താണ്, അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. പേഷ്യന്റ് പോർട്ടൽ, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ പേഷ്യന്റ് പോർട്ടല്. then ഇ പ്രിസ്ക്രൈബിംഗ്, അത് ചോദിക്കാവുന്നതാണ്. എന്താണ് ഇ പ്രിസ്ക്രൈബിംഗ്, വാട്ട് ഈസ് മീൻ ബൈ ഇ പ്രിസ്ക്രൈബിംഗ്. then റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്താണ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്താണ്. അതുപോലെ തന്നെ EHRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡിൽ ഒരു 3-4 പോയിന്റ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ലബോറട്ടറി ഇൻഫോർമേഷൻ സിസ്റ്റത്തില് ലിംസ്, ലിസ്, LMS, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കാം. ലിംസ് അല്ലെങ്കിൽ ലിസ് അല്ലെങ്കിൽ LMS. ഓക്കെ, നോക്കി വെക്കുക. റേഡിയോളജിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ റിസ് എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, പാക്സ് എന്താണ്, പാക്സിന്റെ ഡ്യൂട്ടി എന്താണ്, പാക്സിന്റെ ഡ്യൂട്ടി എന്താണ്, പിക്ചേഴ്സ് എന്ന് പറഞ്ഞാരെങ്കിലും, പിക്ചേഴ്സ് എന്ത് ചെയ്യണം പാക്സില്, സ്റ്റോറേജ്. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് ചോദ്യങ്ങൾ വരിക. പാക്സിന്റെ ഫുൾ ഫോം, പാക്സിന്റെ ഡ്യൂട്ടി, പിന്നെ ബേസിക് ഫീച്ചേഴ്സ് വേണ്ട. then കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി, CPOയുടെ ഫുൾ ഫോം ചോദിക്കാം. CDSSന്റെ ഫുൾ ഫോം ചോദിക്കാം. then ഇതൊന്നും വേണ്ട, ഇതൊന്നും ആവശ്യമില്ല, അത്രയും മതി കേട്ടോ. അത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ ആ ഭാഗങ്ങള്, അതെന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ മാം? കമ്പാരിസത്തെ പാരഗ്രാഫ് ഏതാണെന്ന് ഏതാ? കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡില് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അണ്ടർലൈൻ ചെയ്യാനൊന്ന് പറഞ്ഞുതരാവോ? അണ്ടർലൈൻ ചെയ്യണം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 4 പോയിന്റുകള് ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഉണ്ടായിട്ടില്ല. അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ഉണ്ട്. ട്രാൻസ്പെറൻസി, പോർട്ടബിലിറ്റി, ആക്സസിബിലിറ്റി, ഇതാണ് EHRന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസ്പെറൻസി ഉണ്ട്, പോർട്ടബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. പിന്നെ ഡോക്ടേഴ്സിനൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, ഡോക്ടേഴ്സിന് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു ദോഷവശം എന്ന് പറയുന്നത് ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും, ഹാക്കിംഗ് നടത്താം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അധികൃതർ ഇത് ലോഗിൻ ചെയ്യുമ്പോൾ ലോഗ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ പാസ്വേഡുകള് ഒരു മൂന്നാമതൊരാള് അതായത് മൂന്നാമതൊരാള് മോഷ്ടിക്കത്തക്ക രീതിയിൽ ഒരിക്കലും വെളിപ്പെടുത്താനായിട്ട് പാടില്ല. പാസ്വേഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ക്ലിയർ ആണോ റംല? ഓക്കെ മാം. ഓക്കെ, അപ്പോ മാം അതിന് കമ്പ്യൂട്ടർ അത് വേണ്ടി വരില്ല, അതിന്റെ പേരുകൾ വേണ്ടി വരില്ല? ഇല്ല, അത് വേണ്ട, അതിന്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മാത്രം മതി. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിൽ നോക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിപ്പോ ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. ഞാൻ തന്നെയാണ് എടുക്കുന്നത്. 3 മണി വരെ ഞാൻ എടുക്കും. ദെൻ ആതിര മിസ് 3 മണിക്ക് ശേഷം വരും. നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങും, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. നമുക്ക് കുറച്ചൊക്കെ അറിയാം, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. അപ്പൊ 5 മിനിറ്റ് ബ്രേക്ക്, അതിനുശേഷം ഞാൻ വരാം കേട്ടോ. 3 മണി വരെ ഞാനായിരിക്കും എടുക്കുന്നത്. മാം, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇത് ഈ ചാപ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടല്ല, നമുക്ക് എക്സാം കഴിഞ്ഞ പിന്നെ ട്രെയിനിങ്ങിന് കയറാമല്ലോ. അപ്പൊ ട്രെയിനിങ് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവോ? ട്രെയിനിങ്ങിന്റെ കാര്യം അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ, എങ്ങനെയാണെന്ന്. അത് നിങ്ങള് ഒന്ന് ഓഫീസുമായിട്ടൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ട്രെയിനിങ് പീരീഡ് ഡേ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം മിക്കവാറും.
അതെയോ? നൈറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു അറിവ് വെച്ചിട്ട് കേട്ടോ. ഓക്കെ ഡേ ടൈം ആയിരിക്കാം ട്രെയിനിങ് പീരീഡ് വരിക. ഓക്കെ ഡ്യൂട്ടി നമുക്ക് കിട്ടുമ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഉണ്ടാവും, ഡേ ഒക്കെ ഉണ്ടാവും. ഡ്യൂട്ടി നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ട്രെയിനിങ് എനിക്ക് തോന്നുന്നില്ല നൈറ്റ് ഉണ്ടാവും. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ മാം. ഓക്കെ, ചാപ്റ്റർ 52 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. നിങ്ങൾക്ക് ചാപ്റ്റർ 52 ആയിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ. ഇതിനകത്ത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാനത് വായിക്കാം, then എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Computers are electronic equipment that process and store digital data. They consist of hardware and software components that work together to carry out various tasks. The fundamental components of a computer consist of a central processing unit CPU,
memory, input-output devices, and storage devices. The CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculations. Memory stores data and instructions and perform calculations. Memory stores data and instructions that the CPU requires to access quickly. Input-output devices make the user able to interact with the computer, such as through a keyboard and mouse. Storage devices store data and programs for long-term use. Operating system and application are software programs that allow the computer to perform specific tasks. Okay, അപ്പൊ ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലെ, കമ്പ്യൂട്ടർ ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് that process and store digital data. ഡിജിറ്റൽ ഡാറ്റ പ്രോസസ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടറുകൾ. എന്താണ്? ഡിജിറ്റൽ ഡാറ്റ പ്രോസസ് ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. They consist of hardware and software components that work together to carry out various tasks. വിവിധ ജോലികൾ ചെയ്യുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ കമ്പ്യൂട്ടറിന് എന്താണ്? ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും ഉണ്ട്. The fundamental components of a computer consist of a central processing unit. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒന്ന് സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU, പിന്നെ മെമ്മറി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്. The CPU is said to be the brain of the computer. CPU ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കുന്നത് CPU-നെയാണ്. അതുപോലെ തന്നെ CPU-ന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യുന്നതിനും കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുന്നതിനും CPU റെസ്പോൺസിബിൾ ആണ്. CPU-ന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇൻസ്ട്രക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യുക, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യുക. അതുപോലെ തന്നെ മെമ്മറി സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. അത് എന്ത് ചെയ്യുന്നുണ്ട്? CPU-ന് വേഗത്തിൽ ആക്സസ് ചെയ്യാൻ ആവശ്യമായ ഡാറ്റയും നിർദ്ദേശങ്ങളും മെമ്മറിയാണ് ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്ക് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സച്ച് ആസ് ത്രൂ എ കീബോർഡ് ആൻഡ് മൗസ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ത് ചെയ്യുന്നുണ്ട്? കീബോർഡ്, മൗസ് പോലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസറിനെ സഹായിക്കുന്നു. ഞാനിപ്പോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഞാൻ എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ലോങ് ടൈം യൂസ്. സ്റ്റോറേജ് ഉപകരണങ്ങൾ, ഡിവൈസസ് ലോങ് ടൈം യൂസിനായിട്ട് ഡാറ്റ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നു. The last one, operating system and application are software programs that allow the computer to perform specific tasks. ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനുകളും കമ്പ്യൂട്ടറിനെ നിർദ്ദിഷ്ട ജോലികൾ ചെയ്യാൻ അനുവദിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ്. അപ്പൊ ഇത്തരത്തിലാണ് ഇവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ കമ്പ്യൂട്ടറിനെ കുറിച്ച്? അപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ വിവിധ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോണിറ്റർ, കീബോർഡ്, കമ്പ്യൂട്ടർ കേസ് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകങ്ങൾ എന്ന് നോക്കാം നമുക്ക്. ഒന്ന് ഹാർഡ്വെയർ ആണ്. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, memory, storage device, input-output device and motherboard. അതായത് കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയറിനെയാണ്. That means we can touch. നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഏതൊരു ഭാഗത്തെയും അല്ലെങ്കിൽ നമുക്ക് തൊടാൻ അല്ലെങ്കിൽ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറിന്റെ ഏതൊരു ഭാഗത്തെയും നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എന്നാണ് വിശേഷിപ്പിക്കാൻ പറ്റുക. ഓക്കെ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിനകത്ത് CPU വരാം, മെമ്മറി വരാം,
ഓക്കെ, സ്റ്റോറേജ് ഡിവൈസസ് വരാം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും വരാം. അതുപോലെ തന്നെ മദർ ബോർഡും ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കമ്പോണന്റ് ആണ്. നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗത്തെ ഹാർഡ്വെയർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചില ഹാർഡ്വെയർ കമ്പോണൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. ഓക്കെ, ക്ലിയർ ആണോ ഹാർഡ്വെയർ? ഓക്കെ അല്ലേ? രണ്ടാമത്തത് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, programs and operating system that make the computer able to perform tasks. This consists of system software, example Windows, Mac OS, Linux, and application software, example word processor, web browser, games. അപ്പോ എന്താണ് സോഫ്റ്റ്വെയർ നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വി കനോട്ട് ടച്ച്, നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കില്ല. കമ്പ്യൂട്ടറിന്റെ ടച്ച് ചെയ്യാൻ സാധിക്കാത്ത ഭാഗങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് കമ്പ്യൂട്ടറിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണുള്ളത്. സോഫ്റ്റ്വെയറിൽ എന്താണുള്ളത്? കമ്പ്യൂട്ടറിനെ പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് സോഫ്റ്റ്വെയറിലുള്ളത്. സോഫ്റ്റ്വെയറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സിസ്റ്റം സോഫ്റ്റ്വെയർ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഉദാഹരണങ്ങളാണ് വിൻഡോസ്, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പോവാ കേട്ടോ. വിൻഡോസ്, മാക്കോസ്, ലിനക്സ്. ദെൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് വേർഡ് പ്രൊസസർ, വെബ് ബ്രൗസർ, ഗെയിമുകൾ. ഓക്കെ, ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പൊ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടത് ഞാൻ പറഞ്ഞല്ലേ. അതിനകത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകതകളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, മനസ്സിലാവാൻ വേണ്ടി സ്ട്രൈറ്റ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷയ്ക്കൊന്നും ഉണ്ടാവണമെന്നില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. എഴുതിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കേട്ടിരിക്കുക. ഒരു കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഔട്ട്പുട്ട് ഡിവൈസസിനെയും ഇൻപുട്ട് ഡിവൈസസിനെയും ഡിറ്റക്ട് ചെയ്യുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഏതൊക്കെയാണ്? ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്, ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇതിനെ ഡിറ്റക്ട് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ ഓൺ ആകുന്നത് മുതൽ ഓഫ് ആകുന്നത് വരെയുള്ള വർക്ക് ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കൂ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലോട്ട് വരാം. അതായത് ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെന്ത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കേട്ടോ. നമ്മൾക്കിപ്പോ ഒരു പ്രത്യേക കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടാവും നമുക്ക്, അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫോട്ടോഷോപ്പ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ MS വേർഡ്, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. MS വേർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? MS വേർഡ് ടൈപ്പ് ചെയ്യാൻ അല്ലെ, വേർഡ്സ് ടൈപ്പ് ചെയ്യണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? MS വേർഡ് ഉപയോഗിക്കുക അല്ലെ. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് യൂസേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത. പക്ഷെ സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെയല്ല, അത് നമുക്ക് കളയാൻ പറ്റില്ല. അതില്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതിന്റെ യൂസ് ഇല്ലാതെ നമുക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നിർബന്ധമില്ല, നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കത് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റണം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ ആണോ? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ല? അപ്പൊ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ആപ്ലിക്കേഷൻ വേർഡ് പ്രൊസസർ, വെബ് ബ്രൗസർ, ഗെയിംസ്, ഇതൊക്കെ എന്താണ്? നമുക്ക് ഉപയോഗശേഷം ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്.
Then central processing unit ആണ് അടുത്തത് CPU, the brain of the computer that carries out instructions, performs calculation and controls data processing. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് ഇത് വിശേഷിപ്പിക്കുന്നത്. ഓൾ ദ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആൻഡ് ലോജിക്കൽ കമ്പാരിസൺ ആർ ഡൺ ബൈ CPU. ഒരു എന്താ പറയാ കമ്പ്യൂട്ടറിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും മാത്തമാറ്റിക്കൽ കമ്പാരിസണും ഒക്കെ ചെയ്യുന്നത് ആരാണ്? അതിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU ആണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരാം? അഡീഷൻ വരാം, സബ്ട്രാക്ഷൻ വരാം, മൾട്ടിപ്ലിക്കേഷൻ വരാം, ഡിവിഷൻ വരാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? CPU ആണ്. അതുപോലെ തന്നെ കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കമ്പാരിസൺ? എന്തൊക്കെയാണത്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു എന്നീ കമ്പാരിസൺസ് ഒക്കെ ചെയ്യുന്നതും CPU-ന്റെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്ടിനെയും നിയന്ത്രിക്കുന്നതും CPU ആണ്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ മറ്റു പല പാർട്ടുകളുണ്ടല്ലോ, അതിനൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? CPU ആണ് കേട്ടോ. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് മെമ്മറി ആണ്. Temporary storage space where the computer stores data and instructions that are currently used. It includes random access memory and cache memory. RAM എന്ന് പറഞ്ഞാൽ മെമ്മറി എന്ന് പറയുന്നത് നിലവിൽ ഉപയോഗിക്കുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്ന താൽക്കാലിക സ്പേസ്. അതായത് നിലവിൽ ഇപ്പോ കുറെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് മെമ്മറിയിലാണ്. മെമ്മറി റാം ഉണ്ട്, റോം ഉണ്ട്. റാം എന്ന് പറഞ്ഞാല് റാൻഡം ആക്സസ് മെമ്മറിയാണ്. ഇതൊരു താൽക്കാലിക മെമ്മറിയാണ്. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി എന്ന് വിചാരിക്കാം. കറണ്ട് പോയി കഴിയുമ്പോൾ അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞ് കറണ്ട് വരുവാണ്. വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളും ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് ആ ഒരു കാര്യം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത് റാമിലാണ്. ഒരു ടെമ്പററി മെത്തേഡ് മാത്രമാണ് റാം എന്ന് പറയുന്നത്. നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് റാമിൽ സാധിക്കുള്ളൂ. എന്നാൽ റോം ഉണ്ട്. റോം ഇവിടെ പറയുന്നില്ല കേട്ടോ, എന്നാലും ഞാൻ പറയുവാണ്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അതിനകത്ത് പെർമനന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. then ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാഷെ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് കാഷെ മെമ്മറിയാണ്. കാഷെ മെമ്മറിയുടെ പ്രത്യേകത റാമിനേക്കാൾ കൂടുതൽ നേരവും അതിൽ കൂടുതൽ എമൗണ്ട് ഓഫ് ഡാറ്റയും നമുക്ക് കാഷെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇത് പെർമനന്റ് അല്ല, പക്ഷെ റാമിനേക്കാൾ കൂടുതൽ നേരവും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കാഷെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? then സ്റ്റോറേജ് എന്താണെന്ന് നോക്കാം നമുക്ക്. പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്, എക്സാമ്പിൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് യൂസ്ഡ് ടു സ്റ്റോർ ഡേറ്റ, പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈവൻ വെൻ ദ കമ്പ്യൂട്ടർ ഈസ് പവർ ഓഫ്. അതായത് കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും ഡാറ്റ, പ്രോഗ്രാമുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവ സംഭരിക്കുന്നതിന്, എന്നിവ സ്റ്റോർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്ഥിരമായ സ്റ്റോറേജ് ഡിവൈസസ് ആണിവ. കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യാം? ഇതിലെ വിവരങ്ങൾ എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഡിവൈസസ് ആണ് എന്ത്? സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, നമുക്ക് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അതിന് ഉദാഹരണമാണ്. സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, SSD എന്ന് പറയും ഇതിനെ. ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സ്റ്റോറേജ് ഡിവൈസസിന്റെ എക്സാമ്പിൾ ആണ്. നമുക്കിത് കമ്പ്യൂട്ടർ ഓഫ് ആയിരിക്കുമ്പോഴും നമുക്ക് വിവരങ്ങൾ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പെർമനന്റ് ആയിട്ടും കുറെ നാളത്തെ യൂസിന് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ വിവരങ്ങൾ ഇതിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ സ്റ്റോറേജ് വരെ പറഞ്ഞു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഇല്ല. then ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കേട്ടോ. എന്താണ്, ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞേ? ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ? ഇൻപുട്ട് ആണോ മോണിറ്റർ? ഔട്ട്പുട്ട് അല്ലേ? നമ്മൾ കാണാൻ കഴിയുന്നതല്ലേ? നമ്മള് ഡാറ്റാസും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്
ഇൻപുട്ട് ഡിവൈസിലൂടെയാണ്. പക്ഷെ നമുക്കത് ദൃശ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്കത് തരുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയാ. നമ്മൾക്കത് തിരിച്ച് ഇങ്ങോട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയാ. ചില ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. എന്തൊക്കെയാണ്? കീബോർഡിൽ ഇൻപുട്ട് ഡിവൈസസ് ആണ്. പിന്നെ മൗസ്, അത് ഇവിടെ മൈസ് എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, തെറ്റാണ്, മൗസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ, സ്കാനർ, മൈക്രോഫോൺ, ബാർകോഡ് റീഡർ, ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഒന്നുകൂടി പറയാട്ടോ. കീബോർഡ് ഉണ്ട്, മൗസ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, സ്കാനർ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ബാർകോഡ് റീഡർ ഉണ്ട്. ഇതൊക്കെ എന്ത് ഡിവൈസസ് ആണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മോണിറ്റർ ഉണ്ട്, പ്രിന്റർ ഉണ്ട്, സ്പീക്കർ ഉണ്ട്, പ്ലോട്ടർ ഉണ്ട്. നാലും ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഒന്നുകൂടി പറയാം. മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ, പ്ലോട്ടർ. ഓക്കെ. അപ്പോ കീബോർഡ് മൗസും പ്രധാനപ്പെട്ടതാണ് അല്ലെ, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് കീബോർഡ് മൗസ് ആണ്. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്തില്ല, ജസ്റ്റ് ഒന്ന് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്, എത്ര കീസ് ഉണ്ട് ഒരു കീബോർഡില്? ഒരു കീബോർഡിൽ എത്ര കീസ് ആണുള്ളത്? അതറിയാമോ ആർക്കെങ്കിലും? കീബോർഡ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. എത്ര കീസ് ഉണ്ട്? 104 കീകൾ ഉണ്ട് കേട്ടോ. 104 കീകളാണ് ഒരു കീബോർഡിൽ ഉള്ളത്. എന്നിട്ട് ഫങ്ഷണൽ കീ എന്ന് പറഞ്ഞാൽ 104 കീ ഉണ്ട്. ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ ഷോൾസ്. അതൊന്നും ചോദിക്കില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി പറയുന്നതാണ്. ക്രിസ്റ്റഫർ ഷോൾസ്. ഫങ്ഷണൽ കീ എത്രയുണ്ടെന്ന് അറിയാമോ? ഫങ്ഷണൽ കീ 12 എണ്ണമാണുള്ളത് കേട്ടോ. F1 തുടങ്ങി F12 വരെ. കുറേയധികം കാര്യങ്ങൾ ഉണ്ട് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചതെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് മനസ്സിലായി, ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം നമുക്ക്. Operating system OS software that controls computer resources, controls hardware devices, and provides a user interface for interacting with the computer. യൂസേഴ്സിനും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിൽ പ്രധാന മീഡിയേറ്ററായി നിൽക്കുന്ന ഒരു പ്രത്യേക തരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഒന്നുകൂടി പറയാം. യൂസേഴ്സിനും, അതായത് ഉപയോഗിക്കുന്ന ആൾക്കും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിൽ പ്രധാന മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുകയും, ഒന്നുകൂടി പറയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നു. ആർക്കിടയിലാണ്? അതായത് യൂസേഴ്സിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയി നിൽക്കുന്നു. ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രോഗ്രാമുകളും കൺട്രോൾ ചെയ്യുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഇത് നൽകുകയും കൂടി ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും എടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം. ഈസി അല്ലേ ചാപ്റ്റർ? ഏതാണെന്നും കൂടി പറയേണ്ടത് ജംഷീന? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ? യൂസേഴ്സിനും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനും ഇടയിൽ പ്രധാന മീഡിയേറ്ററായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക തരം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിലെ മറ്റെല്ലാ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുകയും
മറ്റെല്ലാ പ്രോഗ്രാമുകളും നിയന്ത്രിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ജംഷീൻ എഴുതിയെടുത്തോ? ഓക്കെ, അപ്പോ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് MS വേർഡ്, പവർ പോയിന്റ്, എക്സൽ, അതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ആതിര മിസ് വരും കേട്ടോ. 3 o'clock ആതിര മിസ് വരുന്നതായിരിക്കും. ആരും പോവരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you. Thank you, ma'am.